നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭർത്താവ് ഭാര്യയെ കത്രിക കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലം കുളത്തുപുഴ ഡീസന്റ് മുക്ക് സ്വദേശി രേണുകയാണ് കൊല്ലപ്പെട്ടത്. 39 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 12:15 അരുൺ കൊലപാതകം നടന്നത്. കഴുത്തിലും കഴുത്തിന് താഴെയുമായാണ് ഭർത്താവ് സാനുക്കുട്ടൻ രേണുകയെ കുത്തിയത്. കൈകളിലും രേണുകയ്ക്ക് കുത്തേറ്റിരുന്നു. രേണുകയെ ആദ്യം കുളത്തുപുഴ സർക്കാർ ആശുപത്രിയിലാണ് എത്തിച്ചത്. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലാണ് മരണം സംഭവിച്ചത്. കുടുംബ വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിഗമനം. രേണുകയെ സാനുക്കുട്ടന് സംശയമുണ്ടായിരുന്നു എന്നാണ് ഉറ്റവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ സ്ഥിരമായി വഴക്കിട്ടിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. വഴക്കിനിടെ കയ്യിൽ കിട്ടിയ കത്രിക ഉപയോഗിച്ച് രേണുകയെ സാനുക്കുട്ടൻ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ പ്രതി ഇപ്പോൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇയാൾ സമീപത്തെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാനുക്കുട്ടനായി പോലീസും വനംവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. രേണുകയുടെ മൃതദേഹം കടയ്ക്കൽ സർക്കാർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവർക്ക് 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ് ഉള്ളത്. അതിക്രൂരമായ കൊലപാതകമാണ് സംഭവിച്ചിരിക്കുന്നത്. വഴക്കിനിടെ ഈ ഭർത്താവ് ഭാര്യയെ കത്രിക കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം പ്രതി ഇപ്പോൾ ഒളിവിലാണ്. എന്തായാലും പ്രതി ഒളിവിലാണ്. ഈ കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്തായാലും പ്രതിയെ കണ്ടെത്തുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയൊരു ദൗത്യം തന്നെയാണ്. ഈ ഒരു വനത്തിനുള്ളിൽ നിന്നും പ്രതിയെ കണ്ടെത്തുക അത് വലിയൊരു ദൗത്യം തന്നെയാണ്. തീർച്ചയായിട്ടും പ്രതി അവിടെ നിന്ന് രക്ഷപ്പെട്ടുവോ, എവിടെയാണ് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നത് എവിടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകൾ പ്രതിയെ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു വാർത്തയാണ്. അതായത് കഴിഞ്ഞ ദിവസം ധർമ്മടം കായലോട് യുവതി ആത്മഹത്യ ചെയ്ത സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവത്തിൽ SDPI ഇടപെട്ടിട്ടില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ബഷീർ കണ്ണാടിപ്പറമ്പ്. പ്രശ്നം ചർച്ച ചെയ്യാൻ SDPI ഓഫീസിൽ വേദി ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പ്രതികരിച്ചു. അറസ്റ്റിലായവർ SDPI പ്രവർത്തകരാണ്. പെൺകുട്ടിയെയും സുഹൃത്തിനെയും ഒരുമിച്ച് കണ്ടു. ഇതോടെ ഇവരുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി. വന്നവർ ഇരുന്ന് ചർച്ച ചെയ്യാൻ സ്ഥലം അന്വേഷിച്ചപ്പോൾ SDPI ഓഫീസ് നൽകി. അത്രമാത്രമാണ് സംഭവിച്ചതെന്നാണ് SDPIയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം. മഹലിന്റെ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടന്നതെന്നും മുസ്ലിം ലീഗ് ധർമ്മടം മണ്ഡലം ജോയിന്റ് സെക്രട്ടറി, പള്ളിപ്പുറം സ്കൂൾ PTA പ്രസിഡന്റ്, യുവാവിന്റെ ഭാഗത്തു നിന്ന് കൊളച്ചേരി പഞ്ചായത്ത് മെമ്പർ തുടങ്ങി പ്രദേശത്തെ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഇവിടെ ചർച്ച നടത്തിയത് എന്നും SDPI പ്രവർത്തകർ വ്യക്തമാക്കുന്നുണ്ട്. ഫോണിലുണ്ടായിരുന്ന ചില ദൃശ്യങ്ങൾ വെച്ച് യുവാവ് റസീനെ ഭീഷണിപ്പെടുത്തി. അത്തരത്തിലൊരു സംശയം നിലവിലുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവാക്കൾ ഇടപെട്ടത് ബന്ധുക്കളായിട്ടാണ്, SDPI പ്രവർത്തകരായിട്ടല്ല. പെൺകുട്ടി സാമ്പത്തിക പ്രശ്നം നേരിടുന്നത് ബന്ധുക്കളായ യുവാക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യുവാവിനൊപ്പം റസീനെ കണ്ടപ്പോൾ എന്താണ് കാര്യമെന്ന് ചോദിച്ചത്. തടഞ്ഞു വെച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്നും SDPI അധികൃതർ വ്യക്തമാക്കുന്നു. ചർച്ചയിൽ യുവാവ് പങ്കെടുക്കുന്ന വീഡിയോ ദൃശ്യം പരിശോധിച്ചാൽ ഇക്കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകുമെന്നും CPMന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് നിരപരാധികളായ യുവാക്കൾക്കെതിരെ കേസെടുത്തതെന്നും ഇവർ ആരോപിക്കുന്നു. CPM ആണ് പ്രശ്നം വഷളാക്കിയതെന്ന് റസീനയുടെ ഉമ്മ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ പ്രതികരിച്ചത് റസീനയുടെ ആത്മഹത്യ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് എന്നായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഇക്കാര്യം വിശദമായി പറയുന്നുണ്ട്. യുവതിയുടെ ആൺ സുഹൃത്തിന്റെ ഫോൺ പ്രതികളുടെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തത്. ആൺ സുഹൃത്ത് നിലവിൽ പ്രതിയല്ല. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കേസുമായി ബന്ധപ്പെട്ട് 3 പേര് റിമാൻഡിലായിരുന്നു. റസീനയുടെ സുഹൃത്ത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി. റസീനയുടെ പിതാവ് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ഭർത്താവും CPM അനുഭാവിയാണ്. എന്നാൽ ചർച്ച നടന്നത് SDPI ഓഫീസിലാണ്. ഇത് CPMനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. അവർക്കത് അനിഷ്ടമായി മാറി എന്നതടക്കമുള്ള ഒരു വിലയിരുത്തലുകളാണ് നിലവിൽ പ്രതികരണമായി വരുന്നത്. CPM അനുഭാവിയായിരുന്നിട്ടും റസീനയുടെ ഉമ്മയ്ക്ക് പാർട്ടിയെ തള്ളിപ്പറയേണ്ടുന്ന സാഹചര്യം വന്നുവെന്നും CPM ശക്തി കേന്ദ്രത്തിൽ നിരവധി യുവാക്കൾ SDPIയിലേക്ക് വരുന്നതാണ് കള്ളക്കേസെടുക്കാൻ കാരണമെന്നും ഈ ഒരു SDPI അധികൃതർ വ്യക്തമാക്കുകയാണ്. CPMനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ റസീനയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്തിന് പങ്കുണ്ടെന്ന യുവതിയുടെ മാതാവ് ഫാത്തിമയുടെ ആരോപണം അത് അന്വേഷിക്കുമെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കി. റസീനയുടെ സുഹൃത്താണ് മരണത്തിന് പിന്നിലെന്നും പണവും സ്വർണവും കാണാനില്ലെന്നുമുള്ള മാതാവിന്റെ ആരോപണം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പിൽ ഇത്തരത്തിലൊരു പരാമർശം കണ്ടിട്ടില്ല. സാമ്പത്തികപരമായ എന്തെങ്കിലും ആരോപണങ്ങൾ കുടുംബത്തിനുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കും. ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഞായറാഴ്ച വൈകിട്ട് പിണറായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കായലോടാണ് സംഭവമുണ്ടായത്. മരണപ്പെട്ട സ്ത്രീയും സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കെ 3 ബൈക്കുകളിൽ ആൾക്കാർ വരികയും
അവർ ഇവരോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം രാത്രിയോ ചൊവ്വാഴ്ച പുലർച്ചെയോ ആണ് റസീനയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. സംഭവത്തിന് കാരണമായ സാഹചര്യങ്ങളെക്കുറിച്ച് ഇതിൽ കൃത്യമായി വിവരിച്ചിരുന്നു. അവരും സുഹൃത്തും സംസാരിക്കുന്നതിനിടെ കുറേ പേർ വരികയും ഭീഷണിപ്പെടുത്തുകയും മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും സുഹൃത്തിന്റെ ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്തുവെന്നാണ് കുറിപ്പിൽ പറയുന്നത്. തങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായ 3 പേരിൽ നിന്ന് അവരുടെ മൊബൈൽ അടക്കമുള്ളവ പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും സ്ത്രീയുടെ ആൺസുഹൃത്ത് മയിൽ സ്വദേശി റഹീസിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇയാളെ കാണാനില്ല എന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി. ഇന്ന് അയാൾ എത്തിയിട്ടുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. മരണത്തിൽ സുഹൃത്തിന് പങ്കുള്ളതായി ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നില്ലെങ്കിലും ഇയാളെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ, ഇയാളും ആരോപണ വിധേയനാണ്, അപ്പോൾ ഇയാളെയും ചോദ്യം ചെയ്ത് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് ആരൊക്കെ വന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. അറസ്റ്റിലായവരിൽ യുവതിയുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളുമാണുള്ളത്. അറസ്റ്റിലായ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ കൊണ്ടുപോയി എന്നതും അന്വേഷിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള ഒരു നിഗമനവും വിലയിരുത്തലും ഒക്കെ നിലവിലുണ്ട്. ആത്മഹത്യയ്ക്ക് കാരണം സദാചാര പോലീസിംഗ് അല്ല എന്നാണ് യുവതിയുടെ മാതാവ് പറയുന്നത്. മരണത്തിന് പിന്നിൽ മയിൽ സ്വദേശിയായ ആൺസുഹൃത്താണ്. അയാൾ റസീനയുടെ 40 പവൻ സ്വർണവും പണവും തട്ടിയെടുത്തു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ റസീനയുടെ മാതാവ് ഫാത്തിമ നടത്തിയിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തവർ നിരപരാധികളാണെന്നും അവർ പറഞ്ഞു. ഇയാളുമായി കൂട്ടുകെട്ട് തുടങ്ങിയ ശേഷം നമ്മളെ കണ്ടുകൂടാത്ത രീതിയിലായിരുന്നു പെരുമാറ്റമെന്നും ഇവൻ ഇവിടെ വരുന്ന വിവരം 2 ദിവസം മുമ്പാണ് അറിഞ്ഞതെന്നും തൻ്റെ മോൾക്ക് നീതി കിട്ടണമെന്നും ഇഷ്ടംപോലെ സ്വർണ്ണമുണ്ടായിരുന്നു, 40 പവനോളം നൽകിയാണ് വിവാഹം കഴിപ്പിച്ചത്. ഇപ്പോൾ സ്വർണ്ണമൊന്നുമില്ല, കുറേ പേരോട് കടവും വാങ്ങിയിട്ടുണ്ട്. മരണശേഷമാണ് ഓരോരുത്തർ വന്ന് തങ്ങളോട് കടം വാങ്ങിയതിൻ്റെ കണക്ക് പറയുന്നത്. അവൻ മോളെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. 1-2 തവണ കാറിൽ കയറി പോകുന്നത് ചിലർ കണ്ടിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായവർ പാവങ്ങളാണ്, തൻ്റെ ചേച്ചിയുടെ മക്കളാണ്. അവർ നല്ലതിന് വേണ്ടിയാണ് ചെയ്തത്. അവർ കാറിൽ നിന്ന് ഇറക്കി സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത്. വേറെ ഒന്നും അവർ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് മാതാവ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റസീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സദാചാര ആക്രമണം എന്നാരോപിച്ച് 3 പേരെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തവരെല്ലാം യുവതിയുടെ ബന്ധുക്കളായിരുന്നു. പറമ്പായി സ്വദേശികളായ വിസി മുബഷീർ, കെ എ ഫൈസൽ, വി കെ റഫ്നാസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആൺ സുഹൃത്തുമായി കാറിൽ ഒരുമിച്ച് കണ്ടതിന്റെ പേരിൽ പരസ്യ വിചാരണ നടത്തിയ മനോവിഷമത്തിലാണ് റസീന ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും കൃത്യമായ ഒരു വ്യക്തത ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട്. കണ്ണൂർ മയിൽ സ്വദേശിയായ യുവാവിനൊപ്പം അച്ചങ്കര പള്ളിക്ക് സമീപം കാറിൽ സംസാരിക്കുകയായിരുന്നു റസീന. നിലവിൽ അറസ്റ്റിലായ യുവാക്കൾ ഇരുവരെയും ചോദ്യം ചെയ്തു. തുടർന്ന് യുവാവിനെ സമീപത്തെ മൈതാനത്തെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചെന്നും മൊബൈൽ ഫോണും ടാബും പ്രതികൾ കൈക്കലാക്കിയെന്നുമാണ് പരാതിയിൽ പറയുന്നത്. പക്ഷെ അത്തരത്തിൽ ആക്രമണമൊന്നും നടന്നിട്ടില്ല, അത്തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ SDPI അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിന് ശേഷമാണ് റസീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പിണറായി പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? റസീനയുടെ മരണത്തിന് കാരണക്കാരൻ ആരാണ്, അല്ലെങ്കിൽ കാരണക്കാർ ആരാണ്? ഈ പറയുന്നത് പോലെ സുഹൃത്താണോ, അതോ ഈ ആൾക്കൂട്ട വിചാരണയാണോ ഇത്തരത്തിലൊരു കടുംകൈക്ക് റസീനയെ പ്രേരിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPM നേതാവ് ശ്രീമതി ടീച്ചർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് ആൾക്കൂട്ട കൊലപാതകം അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ ഇവർ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ആ തരത്തിലായിരുന്നു വിമർശനവുമായി ശ്രീമതി ടീച്ചർ രംഗത്ത് വന്നത്. അതായത് ഒരാണും പെണ്ണും സംസാരിക്കരുത് എന്നത് താലിബാനിസമാണ്, അതിന് ഇരയായി റസീന മാറി എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് ശ്രീമതി നടത്തിയത്. അതുമാത്രമല്ല ഈ സംഭവം വലിയ രീതിയിൽ വിമർശന വിധേയമായതാണ്. ഇപ്പോൾ പക്ഷേ റസീനയുടെ കുടുംബം പറയുന്നത് മറിച്ചൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ശരി, ആരാണ് തെറ്റുകാർ എന്നതടക്കമുള്ള ചോദ്യം ഇവിടെ വീണ്ടും ശക്തി പ്രാപിക്കുന്നു. അതിന് കൃത്യമായൊരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.